ഖത്തറിൽ യു.എസ്. ഹമാസ് ഉദ്യോഗസ്ഥതല ചർച്ച നടത്തിയിരുന്നു. ചർച്ച ഏറെ നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. യു.എസ്. പ്രസിഡന്റ് ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കൽ പ്ലാൻ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ ട്രംപ് നിലപാടിൽ അയവ് വരുത്തുകയും ഹമാസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഖത്തറിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നേരിട്ടുള്ള ചർച്ച നടത്തിയത്. യു.എസിൻ്റെ കഴിഞ്ഞകാല നിലപാടിൽ നിന്ന് ചരിത്രപരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നിരീക്ഷണം. ഗസ ഒഴിപ്പിക്കൽ പ്ലാനിൽ നിന്ന് ട്രംപ് പിന്മാറിയിട്ടുണ്ട്. ട്രംപിൻ്റെ തീരുമാനത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. പോസിറ്റീവ് സ്റ്റെപ്പ് എന്നാണ് യു.എസിൻ്റെ നിലപാടിനെ ഹമാസ് വിശേഷിപ്പിച്ചത്. ഗസ ഏറ്റെടുക്കും, വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായും ലോകത്തെ നിരവധി രാജ്യങ്ങളും ഇതിനെതിരെ രംഗത്തു വന്നു. ഗസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കണമെന്നും അവർ അഭയാർത്ഥികളായി ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകണമെന്നുമാണ് ട്രംപ് നിർദ്ദേശിച്ചത്. മാർച്ച് 12-നാണ് പഴയ നിലപാട് തിരുത്തി ട്രംപ് എത്തിയത്. ആരും പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായി ഹമാസ് പരാതിപ്പെട്ടു. ഇസ്രായേൽ കരാർ പാലിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും ഹമാസ് യു.എസിനോട് ആവശ്യപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഹമാസിൻ്റെ പ്രസ്താവന ഇങ്ങനെ: ഗസ മുനമ്പിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുമെന്ന ആശയത്തിൽ നിന്ന് ട്രംപ് പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് ഖത്തറിൽ യു.എസ്. ഹമാസ് കൂടിക്കാഴ്ചയുണ്ടായത്. ഗസയിലെ അമേരിക്കൻ ഇസ്രായേലി ബന്ധുക്കളെ വിട്ടയക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഒന്നാംഘട്ട വെടിനിർത്തൽ കരാർ കാലാവധി അവസാനിച്ചതോടെ ഇസ്രായേൽ ഗസയെ വരിഞ്ഞു മുറുക്കി. ഗസയിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു. വെടിനിർത്തൽ കരാർ കാലത്ത് പോലും നിരന്തരം ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഇസ്രായേലിൻ്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ്. ശക്തമായ താക്കീതാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. മാനുഷിക സഹായത്തെ രാഷ്ട്രീയ വിലപേശലിനായി ഉപയോഗിക്കുന്നതായും ഹമാസ് കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ കരാറിൻ്റെ പച്ചയായ ലംഘനമാണിതെന്നും ഹമാസ് വിമർശിച്ചു. ഇസ്രായേൽ നടപടി തുടർന്നാൽ ശക്തമായ ആക്രമണം നടത്തുമെന്നും ഹമാസ് താക്കീത് നൽകി. ഇസ്രായേലിൻ്റെ നടപടി നിരപരാധികളായ സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാണ്. മധ്യസ്ഥ രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. അതിനിടെയാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഗസയിൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗസയിലേക്ക് മാനുഷിക സഹായം ബ്ലോക്ക് ചെയ്ത ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ലോകം മുഴുവൻ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഗസ മുനമ്പിൽ ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഖത്തറും ജോർദാനും കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഗസയിലേക്കുള്ള വൈദ്യുതി ബന്ധവും ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു. മാർച്ച് 2 മുതൽ ഇന്ധനം ഉൾപ്പെടെ ഗസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഗസയിലെ ഒന്നാംഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ നടപടി.